കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ജീവൻ രക്ഷാപ്രവർത്തനം അവസരോചിതമായി നടന്നില്ലെന്ന ചാണ്ടിയുമ്മന്റെ വെളിപ്പെടുത്തൽ LDF സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കേരളമൊട്ടാകെ പ്രതിഷേധം അലയടിക്കുന്നു. ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ചാണ്ടിയുമ്മന്റെ പ്രതിഷേധത്തിൽ നിന്നായിരുന്നു. തകർന്ന കെട്ടിടത്തിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അതൊന്ന് പരിശോധിക്കേണ്ടതില്ലേ എന്ന് ചാണ്ടിയുമ്മൻ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ചാണ്ടിയുമ്മനെ നിരുത്സാഹപ്പെടുത്തും വിധമുള്ള മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് സംഭവ സ്ഥലത്തെത്തിയ ശേഷം പറഞ്ഞത് കെട്ടിടം പഴയതാണെന്നും കിഫ്ബിയിലെ പണം ഉപയോഗിച്ച് പുതിയ കെട്ടിടം തൊട്ടപ്പുറത്ത് പണിതിട്ടുണ്ട് എന്നുമാണ്. ആ തകർന്നു വീണ കെട്ടിടത്തിനിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന തലത്തിലേക്ക് ആരോഗ്യമന്ത്രിയുടെ ചിന്ത പോലും പോയില്ല. മന്ത്രി വാസവനും ആരോഗ്യമന്ത്രിയെ പിന്തുണച്ചാണ് സംസാരിച്ചത്. കെട്ടിടം തകർന്നതിന്റെ ജാള്യത മറച്ചുവെക്കാനും ആരോഗ്യമേഖലയിൽ കേരളം നമ്പർ 1 എന്ന പരസ്യവാചകം ഉയർത്തിപ്പിടിക്കാനും തെരഞ്ഞെടുപ്പ് കാലത്തെ ഉറപ്പാണ് ആരോഗ്യമെന്ന മുദ്രാവാക്യം പ്രസക്തമാണെന്നും സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിൽ ആരോഗ്യമന്ത്രി മറന്നുപോയത് ശ്വാസം കിട്ടാതെ ഒരു സ്ത്രീ മണ്ണിനടിയിലാണെന്നതായിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ ചാണ്ടിയുമ്മൻ ഇത് കൃത്യമായി ഓർമ്മിപ്പിച്ചു. 2.5 മണിക്കൂർ കുടുങ്ങിക്കിടന്ന സ്ത്രീ മരിച്ചപ്പോൾ ചാണ്ടിയുമ്മൻ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുയർത്തിയപ്പോൾ ദുരന്തമുഖത്ത് രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് പറഞ്ഞ് സൈബർ കമ്മികൾ എതിർക്കാൻ വന്നു. സർക്കാർ മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് 25 ലക്ഷം ധനസഹായവും മകൾക്ക് ജോലിയും പ്രഖ്യാപിക്കണമെന്ന് ചാണ്ടിയുമ്മൻ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ തന്നെ നോവായി മാറിയ ബിന്ദുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ചതോടെ സർക്കാർ പ്രതിരോധത്തിലായി.